നമസ്കാരം. അമേരിക്കയിൽ വളഞ്ഞ വഴിയിലെത്തിയവരെല്ലാം തന്നെ ഇപ്പോൾ നെട്ടോട്ടത്തിലാണ്. അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയവരെ അടിയന്തരമായി നാടുകടത്താനുള്ള കർശന നടപടികളുമായി ട്രംപ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് 9 ലക്ഷത്തിലധികം പേരാണ് ഇത്തരത്തിൽ അനധികൃതമായി അമേരിക്കയിലേക്ക് കയറിപ്പറ്റിയത്. കഴിഞ്ഞ ജോ ബൈഡൻ സർക്കാരിൻ്റെ കാലത്താണ് ഇത്രയും അധികം പേർ അനധികൃതമായി അമേരിക്കയിലേക്ക് കടന്നുകൂടിയത്. ഇവർക്കായി ഒരു പ്രത്യേക ആപ്പ് ഏർപ്പെടുത്തിയിരുന്നു. ഈ ആപ്പ് ഉപയോഗിച്ചാണ് ഇവരെല്ലാവരും തന്നെ മെക്സിക്കൻ അതിർത്തിയും മറ്റും വഴി അമേരിക്കയിലേക്ക് എത്തിയത്. ഇതേ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവർ തിരികെ പോകണം എന്നാണ് ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അമേരിക്കയിൽ ഇനി കഴിയുന്ന ഓരോ ദിവസത്തിനും $1000 ഇവർ പിഴ നൽകേണ്ടി വരും എന്നും സർക്കാർ ഉത്തരവിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ജോ ബൈഡൻ സർക്കാരാണ് ഈ കാര്യത്തിൽ ഏറ്റവും അധികം കുഴപ്പങ്ങളുണ്ടാക്കിയത് എന്ന് നേരത്തെ ഡൊണാൾഡ് ട്രംപ് പലതവണ പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല, താൻ അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും ചുമതലയേറ്റാൽ ഈ അനധികൃത കുടിയേറ്റക്കാരെയെല്ലാം അടിയന്തരമായി തന്നെ തിരികെ അയക്കുമെന്നും ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ചുമതലയേറ്റ അതേ ദിവസം തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ കർശനമായ ഉത്തരവുകളും പുറപ്പെടുവിച്ചിരുന്നു. ആയിരക്കണക്കിന് ആളുകളെയാണ് അന്ന് മെക്സിക്കൻ അതിർത്തിയിൽ അമേരിക്കൻ പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് അന്ന് തടഞ്ഞു നിർത്തിയിരുന്നത്. 2023 ജനുവരി മുതലാണ് ബൈഡൻ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ആപ്പ് ഏർപ്പെടുത്തിയിരുന്നത്. ഇത് ശരിക്കും ദുരുപയോഗം ചെയ്ത് തന്നെയാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്കയിലേക്ക് കടന്നു കയറിയത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. മാത്രമല്ല, ഇവരിൽ പലരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നുള്ളതാണ് വാസ്തവം. പല രാജ്യങ്ങളിൽ നിന്നെത്തിയ ക്രിമിനലുകളെ ഇപ്പോൾ തന്നെ പിടികൂടി അവരെ അവരുടെ രാജ്യങ്ങളിലേക്ക് മടക്കി അയക്കുന്ന പ്രക്രിയയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 1996 നിലവിൽ വന്ന ഒരു നിയമം അനുസരിച്ചാണ് ഇപ്പോൾ അനധികൃതമായി താമസിക്കുന്നവർക്ക് ഇപ്പോൾ പിഴ ചുമത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് 2018 ജോ ബൈഡൻ സർക്കാർ നിർത്തലാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രംപ് സർക്കാർ അത് വീണ്ടും ആ നിയമം കൊണ്ടുവരികയാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കർശനമായ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നീക്കുന്നത്. ഈ നിയമങ്ങൾ അനുസരിക്കാത്തവർ അതിൻ്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നും അമേരിക്കൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ആദ്യം പ്രസിഡൻ്റായിരുന്ന സമയത്ത് കുറേ അധികം ഇത്തരം അനധികൃത കുടിയേറ്റക്കാർ പള്ളികളിൽ കയറിപ്പറ്റുകയും അവിടെ നിന്ന് ഇറങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് അവരെല്ലാവരെയും പിടികൂടി $3 ലക്ഷം മുതൽ $5 ലക്ഷം വരെയായിരുന്നു അമേരിക്കൻ സർക്കാർ അവർക്ക് പിഴ ഈടാക്കിയിരുന്നത്. പിഴ അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജയിലിൽ പോകണം എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ വ്യവസ്ഥയും. രാജ്യം വിടാൻ ഉത്തരവ് ലഭിച്ച ആളുകളിൽ ഭൂരിപക്ഷം പേരും ഹോണ്ടറാസ്, എൽ സാൽവഡോർ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് കൂടുതലായും ഇത്തരത്തിൽ രാജ്യം വിടാനായി ഇപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ജനങ്ങൾക്ക് നൽകിയൊരു വാഗ്ദാനം പാലിക്കുകയാണ്. ഇത്രയധികം അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ എത്തിയത് മൂലം അമേരിക്കയുടെ തന്നെ സാമ്പത്തിക അവസ്ഥ തകരാറിലായി എന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പലതവണ പ്രഖ്യാപിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ജോ ബൈഡൻ സർക്കാരിനെ അദ്ദേഹം അക്കാലത്ത് അതിരൂക്ഷമായി തന്നെയാണ് വിമർശിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ നിയമം കൂടുതൽ കർശനമാക്കാൻ തുടങ്ങിയതോടുകൂടി ജനങ്ങൾ സ്വമേധയാ തന്നെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള തിടുക്കമാണ് കാണിക്കുന്നത്. പോയില്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരുമെന്ന്, അല്ലെങ്കിൽ ജയിലിൽ കഴിയേണ്ടി വരുമെന്നുള്ളത് ട്രംപ് ഉത്തരവിട്ടതിനാൽ ഉറപ്പായ സാഹചര്യത്തിലാണ് ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ നാടുവിട്ടു പോകുന്നത്.